ഒളിമ്പിക്സ് നടക്കുന്നതങ്ങ് പാരീസിലാണെങ്കിലും ശ്വാസമടക്കി പിടിച്ചത് ഇന്ത്യൻ ജനതയാണ്. അവസാന നിമിഷങ്ങളിൽ എതിരാളിയെ മലർത്തിയടിച്ച് അമ്പരിപ്പിച്ച വിനേഷ് മാജിക് കണ്ട് ഇന്ത്യയാകെ കൈയടിച്ചു. ഒളിമ്പിക്സ് ഗുസ്തിയിലെ തന്നെ ഏറ്റവും വലിയ അത്ഭുതമെന്ന് ലോകമൊന്നടങ്കം വിശേഷിപ്പിച്ചു. അഭിമാനപൂർവ്വം ഇന്ത്യൻ ജനത അവളെ ഹൃദയത്തോട് ചേർത്തു. എന്നാൽ ആ വമ്പൻ വിജയത്തിന് അല്പായുസേ ഉണ്ടായിരുന്നുള്ളൂ. ഭാരക്കൂടുതൽ വിനേഷ് ഫോഗട്ട് എന്ന പോരാളിക്ക് അയോഗ്യത കൽപ്പിച്ചിരിക്കുന്നു. രാജ്യത്തിനായി ഞങ്ങൾ വാങ്ങിയ മെഡൽ തെരുവിൽ കിടന്ന് സമരം ചെയ്യുന്നതിനായിരുന്നു. ബ്രിജ്ഭൂഷണെതിരായ സമരത്തിൽ ഡൽഹി പോലീസിന്റെ കയ്യേറ്റത്തിനിരയായ വിനേഷ് ഫോഗട്ടിന്റെ ഇടനെഞ്ചു പൊട്ടിയുള്ള ചോദ്യം ഇങ്ങനെയായിരുന്നു: നീതിയില്ലെങ്കിൽ നീ തീയാവുക എന്ന വാക്യത്തെ തന്റെ അവകാശ സംരക്ഷണ പോരാട്ടത്തിലൂടെ തെളിയിച്ച പെൺകരുത്താണ് ഫോഗട്ട്. സമരം ചെയ്തതിന്റെ പേരിൽ ഏറ്റുവാങ്ങേണ്ടി വന്നത് അത്രയും അപമാനവും മാറ്റിനിർത്തലുകളും മാത്രമായിരുന്നു. എന്നിട്ടും പാരീസ് ഒളിമ്പിക്സിലെത്തി അഭിമാന നേട്ടത്തിനരികിൽ വരെ എത്തിയാണ് ഫോഗട്ട് മടങ്ങുന്നത്. പ്രീ ക്വാർട്ടറിൽ ലോക 1-ാം റാങ്കുകാരിയും നിലവിലെ ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവും 4 തവണ ചാമ്പ്യനുമായ ജപ്പാന്റെ യുയി സുസാക്കിയെ വീഴ്ത്തിയ വിനേഷ് ക്വാർട്ടറിൽ മുൻ യൂറോപ്യൻ ചാമ്പ്യനും ലോക ചാമ്പ്യൻഷിപ്പിലെ മെഡൽ ജേതാവുമായ യുക്രൈന്റെ ഒക്സാന ലിവാഷിനെയും മറികടന്നാണ് സെമിയിലേക്ക് കടന്നത്. ജന്തർ മന്ദറിലെ സമരത്തിനിടയിലും പതറാതെയാണ് പാരീസ് ഒളിമ്പിക്സിലെ സമരത്തിനായി അവർ തയ്യാറെടുത്തത്. 53 കിലോഗ്രാമിൽ മത്സരിച്ചിരുന്ന വിനേഷ് തന്റെ ഭാരം കുറച്ചാണ് 50 കിലോ വിഭാഗത്തിലേക്ക് മാറിയത്. എന്നാൽ രാവിലെ നടന്ന പരിശോധനയിൽ അധിക ഭാരം അയോഗ്യതയിലെത്തും വരെ നടത്തിയ പോരാട്ടത്തിൽ അഭിമാനം കൊള്ളുകയാണ് ഇന്ത്യൻ ജനത. പ്രതിസന്ധികളെ തരണം ചെയ്ത് നടത്തിയ ഈ പോരാട്ടം സ്വർണ്ണ നേട്ടത്തിന് തുല്യമാണ്. ഏഷ്യൻ ഗെയിംസിലും കോമൺവെൽത്ത് ഗെയിംസിലും ലോക ചാമ്പ്യൻഷിപ്പിലും മിന്നും പ്രകടനം കാഴ്ചവെച്ച താരത്തിന് ഒളിമ്പിക്സ് എക്കാലത്തും സമ്മാനിച്ചത് കനത്ത നിരാശയായിരുന്നു. ഇത്തവണയും അത് ആവർത്തിക്കപ്പെട്ടു. 2 തവണ ക്വാർട്ടർ കടക്കാനാവാതെ പരാജയപ്പെട്ട വിനേഷ് എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടിയാണ് ഇത്തവണ ഒളിമ്പിക്സ് വേദിയിലെത്തിയത്. ഒളിമ്പിക്സ് വേദിയിലെ കായികക്ഷമതയും പോരാട്ടവും മാത്രമല്ല, അടിയുറച്ച ആത്മവിശ്വാസവും വളയാത്ത നട്ടെല്ലുമാണ് വിനേഷ് ഫോഗട്ട് എന്ന കായിക പ്രതിഭയെ ഇന്നു കാണുന്ന ഈ അഭിമാന നേട്ടത്തിലേക്ക് എത്തിച്ചത്.